ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരുപാട് നാളെയല്ലേ കണ്ടിട്ട്, ഞാൻ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതും സലാലയിലേക്ക്. ഞങ്ങൾ സലാല ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ചധികം വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്താൽ കാണും. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സലാലയിൽ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബൈ റോഡാട്ടോ പോയത്. അല്ലൈൻ ടു സലാല ബൈ റോഡാണ് പോയത്. അപ്പോൾ അവിടെ എത്താൻ എത്ര ഹവേഴ്സ് എടുത്ത്, അതുപോലെ തന്നെ എക്സ്പെൻസ് എത്രയായി, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എക്സ്പെൻസ് എത്രയായി, പിന്നെ വെതർ എങ്ങനെയാണ് അവിടെ, പിന്നെന്താണ് എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്തതെന്നും, പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ആക്കിയതെന്നൊക്കെ ഇൻക്ലൂഡ് ആക്കിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങളുടെ സലാല ട്രിപ്പ് പെട്ടെന്നുണ്ടായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചടപടയിച്ചിട്ടായിരുന്നു എല്ലാ കാര്യം നടന്നുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാലോട്ട് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹലത നേരത്തെ എണീറ്റിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും പോകുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 6:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 6:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയത്. നമ്മളൊരു സാറ്റർഡേ ആണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറിക്കാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ കാരണം കുറേ ഇരിക്കാനുണ്ടല്ലോ, കുറേ ട്രാവലിംഗ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുള്ളതല്ല, അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ചിപ്സ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അലക്കുന്നയിലൊക്കെ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർ കാറ് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ഇതാ ബാക്കിലൊക്കെ അതിനായിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നോട്ട് കഴിച്ചത്. നമ്മുടെ കൂടെ വേറെ 2 ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളടക്കം 3 ഫാമിലീസ്. പിന്നെ ഞങ്ങൾ ലില്ലി ഞങ്ങൾ പോകണ കണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ കാണും. അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഫുഡൊക്കെ അവൾക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ അതാ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കൂടെ വേറെ ഫാമിലീസ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ വെയിറ്റ് ആക്കുകയാണ്. അപ്പോൾ എല്ലാവരും മക്കാമിലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന 2 ഫ്രണ്ട്സ് തന്നെ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ്, ഞങ്ങൾ 3 ഫാമിലീസും കൂടിയാണ് സലാലയിലേക്ക് പോയത് കേട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ത്രില്ലില്ല. അപ്പോൾ 2 ഫ്രണ്ട്സിലും കൂടി കൂട്ടിയിട്ടോ നമ്മൾ. അപ്പോൾ അതാ നമ്മൾ അല്ലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോണ വഴിയിൽ എവിടെന്നെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടോ ഞങ്ങൾ. അപ്പോഴേക്കും ഇതാ ഹാല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ നേരത്തെ എണീറ്റതല്ല, അപ്പോൾ നല്ലോണം ഉറക്കമുണ്ടാവും. അപ്പോൾ എന്നാൽ കുറച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ച് നമ്മളിങ്ങനെ പോയെന്ന് വെച്ചാൽ അല്ലയിൽ മസ്യാദ് ബോർഡർ വഴി ആട്ടോ നമ്മൾ പോയത്. അങ്ങനെ ഇതാ എല്ലാ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബോർഡർ കടക്കാൻ പോവാണ്. നമ്മളെങ്ങനെ പോയതെന്ന് വെച്ചാൽ ഇബ്രി നിസ്വ സലാല റൂട്ടാണ് എടുത്തത്. അപ്പോൾ ഇതാ ബോർഡർ കടന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ഷോപ്പ് കാണാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പ് കാണാം, ഒമാൻടെൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാൻ. അപ്പോൾ അവിടുന്ന് നമ്മൾ സിം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായി വിളിക്കാനും നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ ഒരു സിം ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു സിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ ഫുൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, ടാങ്ക് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ അഡ്നോക്ക് പോലെ അവിടെ അൽമഹ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറിക്കാൻ തുടങ്ങി. സ്നാക്സ് ആയിട്ടിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ ആയിട്ട് കുറിക്കുകയാണ് ഞങ്ങൾ. നമ്മളപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബോർഡറിലെത്തി. പിന്നെ അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഒമാനിലെത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റുകളൊന്നും ഞങ്ങൾ അധികം തപ്പാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ കയറിയപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവസാനം ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ആക്കിയിരുന്നത് പൊറോട്ട, അതുപോലെ തന്നെ ബട്ടർ നാൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. കടായി ചിക്കൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. കറിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് പൊറോട്ട അങ്ങനെ ഇഷ്ടമായില്ല. കാരണം ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡും കഴിച്ചിതാ വീണ്ടും യാത്രയാണ്. ഞങ്ങൾ ഓരോ പെട്രോൾ സ്റ്റേഷനും കാണുമ്പോഴും ഇങ്ങനെ വണ്ടി നിർത്തി അവിടെ കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം പോകുന്നുള്ളൂ. അത് കാരണം എന്താ പറയുക, വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആർക്കും. കാരണം നമ്മൾ ഒറ്റതിൽ സലാല ട്രിപ്പ് അടിക്കുമ്പോൾ എവിടെയും നിർത്താതെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നിർത്തിയിട്ട് പോയാലും നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ പെട്രോൾ സ്റ്റേഷനിലും കയറിയിട്ട് അവിടെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ നിർത്താറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം ഒരാൾ ഒരേ ഇരിപ്പിങ് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതാ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടപ്പോഴും നമ്മൾ അവിടെ കയറ്റി എന്താ പറയുക, ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഫ്രണ്ട്സൊക്കെ നമ്മൾ ബാക്കിലായിട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരുമിച്ച് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇനിയും ഒരുപാട് യാത്രയുണ്ട്. അപ്പം ഒരുമിച്ച് പോകണമാണ് ബെറ്റർ. കാരണം ഒരാൾ ഫ്രണ്ടിൽ പോയി ഒരാൾ ബാക്കിൽ പോയി അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതേപോലെ ഒരുമിച്ച് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഇങ്ങനെ പോകണം. പിന്നെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2-വേ റോഡായിരിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2-വേ റോഡായിരിക്കും. കാരണം നമ്മൾ കുറച്ചൊക്കെ രാത്രി ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ലൈറ്റ് നമ്മളെ കണ്ണിൽ കടിക്കും, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എന്താ പറയുക ട്രാവൽ ചെയ്യാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമ്മൾ UAE-ലൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചാണ് കഴിഞ്ഞാൽ സലാലക്ക് എത്തുന്നതിന് കുറച്ച് മുന്നൊക്കെ ആയിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ കാണാൻ പറ്റില്ല. ഇനി അഥവാ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വല്ല പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. ഇനി നമുക്ക് ഒരു 5.5 hours നമുക്ക് സലാല എത്താനുണ്ട്. അങ്ങനെ അതാ രാത്രി ആവുകയാണ്. രാത്രി ആവും തോറും എന്താ പറയുക, ഒരു ലൈറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല അവിടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ വണ്ടിൻ്റെ ലൈറ്റ് കൊണ്ട് വേണം നമുക്ക് അവിടെ യാത്ര ചെയ്യാൻ. അങ്ങനെ ഇതാ ഇനി കുറച്ചും കൂടി ഉള്ള സ്ഥലമെത്താൻ നമുക്ക്. അങ്ങനെ പോകുമ്പോഴൊരു മൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലമെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. നല്ല വെച്ചാൽ അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടി അല്ലാണ്ട് കാണാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അസാർ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സലാല ബോർഡർ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ഫോഗ് കൊണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ സലാലായി. അങ്ങനെ അതാ മക്കളെ ഞങ്ങൾ സലാല ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയെന്ന് വെച്ചാൽ സലാല എയർപോർട്ടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആട്ടോ നമ്മൾ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ Airbnb വഴിയാട്ടോ ബുക്ക് ചെയ്തത്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ Airbnb വഴി ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അല്ലയിൽ നിന്ന് 6:00-ക്ക് ഇറങ്ങിയിട്ട് രാത്രി 12:30-ക്കാണ് ഞങ്ങൾ സലാല എത്തിയത്. അങ്ങനെ മക്കളെ ഞങ്ങൾ 17 മണിക്കൂർ എടുത്ത് അല്ല സലാല എത്താൻ. എത്ര 17 മണിക്കൂർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ പെട്രോൾ സ്റ്റേഷൻ കാണുമ്പോഴും അവിടെ കയറി പിന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെയായിട്ട് എത്തിയത്. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഒരു 12-13 hours ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ വരാതിരിക്കുകയാണ് ബെറ്റർ. കാരണം നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത അപ്പാർട്ട്മെൻറ്റ്. 3 ബെഡ്റൂമും അതുപോലെ തന്നെ 2 അറ്റാച്ച്മെൻറ്റ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂം പിന്നെ കുട്ടികൾക്ക് എടുക്കാൻ അങ്ങനെ റൂമും. അങ്ങനെ എല്ലാവരും ഓരോ ബെഡ്റൂം സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയുക നല്ല സ്പേഷ്യസ് ആയിരുന്നു അവിടെ. നമ്മൾ 3 days-നാണ് ഇത് ബുക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2000 സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ടയർഡാണ്. മക്കളൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നാളെയാണ് നമ്മൾ കറക്കങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ റൂമൊക്കെ സെറ്റാക്കി എന്താ പറയുക വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബെഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരിതാ ഉറങ്ങാൻ പോവാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ആയി. ഹാലൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നേരത്തെ എണീറ്റിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. പിള്ളേരൊക്കെ നേരത്തെ എണീറ്റിട്ട് ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് റൂം. കാരണം അത്രക്കും വലിയ റൂമും എന്താ പറയുക അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്പേഷ്യസൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഞങ്ങളെക്കാട്ടും കൂടുതൽ എൻജോയ് ആക്കിയിട്ടുണ്ടായ മക്കളായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആക്കാൻ പോകില്ല, അപ്പോൾ അതിന് മുന്നേ ഒരു ട്രിപ്പൊക്കെ അടിച്ച് വരാൻ വിചാരിച്ച് അങ്ങനെ ഒരു പ്ലാൻ ആക്കിയൊരു ട്രിപ്പായിരുന്നു ഈ സലാല ട്രിപ്പ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം നാട്ടിൽ പോയാലുണ്ട് കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പരിഭവം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സലാല ട്രിപ്പ് തന്നെ പ്ലാൻ ആക്കിയത് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ. നമ്മളൊരു 8 മണി 8:30 ആ ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നോക്കിയപ്പോഴിതാ ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. വലിയ മഴ ഒന്നുമില്ലായിരുന്നു, ചെറുതായിട്ടുള്ള ചാറ്റൽ മഴ. നമ്മൾ ഈ 3 ദിവസം നല്ലോണം ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ആ പോകുന്ന റൂട്ടാട്ടത് പക്ക നമ്മൾ നാട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ സലാല വന്നാലിട്ട ഒരു മാറ്റവും ഇല്ല. ശരിക്കും നമ്മൾ നാട് തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കണ്ടോ, തെങ്ങൊക്കെയാണ് ഇവിടെ. നമ്മൾ UAE-യിലൊക്കെ എന്താ പറയുക, ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളല്ലേ സൈഡിലൊക്കെ, റോഡിൻ്റെ സൈഡൊക്കെ ആയിട്ട്. ഇവിടെ തെങ്ങാണ് 2 സൈഡിലും. ഈ തെങ്ങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം. കാരണം നമ്മുടെ നാട്ടിൽ തെങ്ങൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ട് തെങ്ങ് കാണുമ്പോൾ തെങ്ങതാ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, അന്നപൂർണ്ണ. അടിപൊളി ഫുഡാണ്, നല്ല ഗീ റോസ്റ്റും നല്ല എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസ്റ്റോറൻ്റാണ് അന്നപൂർണ്ണ കേട്ടോ. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അന്നപൂർണ്ണ. നല്ല ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അവിടുത്തെ മെനു കാർഡാണിത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, റേറ്റ് ഒന്നും അഫോർഡബിൾ ആണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ വട ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. വട എന്ന് വെച്ചാൽ അടിപൊളി വട ഉണ്ടാക്കാണ്. സത്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും എനിക്ക് ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് എനിക്ക് ഫീൽ ആക്കിയത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി വട. അതിൻ്റെ കൂടെ അവർ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും ഇതേപോലെ ചെറിയ ചെറിയ ബൗളാക്കി നമ്മൾ കൊണ്ടുവന്ന് തരും. പിന്നെ ഗീ റോസ്റ്റും അതുപോലെ തന്നെ മസാല ദോശയും എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഫുഡ് അടിപൊളിയാണ്, 10ൽ 10 നമുക്ക് അവർക്ക് കൊടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും യാത്രയാണ്. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സത്യം പറയുന്നത് തിരിച്ചു വരുന്ന വരെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോഴും ജസ്റ്റ് കുട അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, റെയിൻകോട്ടായിട്ട് നമ്മൾ കരുതി വെക്കുക. പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കനുസരിച്ചുള്ള ക്യാപ്പൊക്കെ ആയിട്ട് നമ്മൾ കരുതുക കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് സ്പോട്ട് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ വാദി ദർബാത്ത്. ഇവിടുത്തെ മെയിൻ സ്പോട്ടാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. സൂപ്പർ പ്ലേസാണ് വാദി ദർബാത്ത്. അവിടുത്തെ പോകുന്ന ഓരോ സ്ഥലങ്ങളും കാണുന്ന നമ്മൾ കണ്ണിന് കുളിർമേകുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടോ. ഞാൻ നല്ലോണം എൻജോയ് ആക്കിയിട്ടായിരുന്നു. നേച്ചറൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു ഏരിയ. അങ്ങനെ ഹാലനയിലും കണ്ടപ്പോഴും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ് സ്ഥലം കാണാൻ കേട്ടോ. അങ്ങനെ ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ അതാ ഈ ഒരു സംഭവമാണ് അവിടുത്തെ മെയിൻ സംഭവം. അതായത് ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, വീഡിയോയിൽ കാണാനായിട്ട് നല്ല സത്യം പറയുന്നത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ചാറ്റൽ മഴയും അതുപോലെ തന്നെ ഫോഗും ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രകൃതി ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ആദ്യമൊക്കെ മഴ എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ മഴയത്ത് എങ്ങനെ നമ്മൾ എന്താ പറയുക ഇത് ആസ്വദിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മഴയിലേക്ക് അപ്പുറം നമുക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ സീനറി വെച്ചാൽ മക്കൾ അടിപൊളിയാണ്. ഞാൻ നല്ലോണം എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അവിടെ തന്നെ അതാ നമുക്ക് ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും അത് കപ്പിൾസിനൊക്കെ അടിപൊളിയാവും കേട്ടോ. പിന്നെ എന്താ അവിടുത്തെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ട ഒരു ആക്ടിവിറ്റിയാണ് സിപ്പ് ലൈൻ കേട്ടോ. അപ്പോൾ സിപ്പ് ലൈന് ഹാലയും നെയിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഹാലയ്ക്ക് പേടിയുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവരെ സിപ്പ് ലൈന് വിട്ടു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ രണ്ടാളും അതിൻ്റെ ആ ഒരു കോസ്റ്റ്യൂം എല്ലാം ആ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം നെയില ഭയങ്കര ത്രില്ലാണ്. ഹാല ചെറിയൊരു ടെൻഷൻ ഉണ്ട് മനസ്സിൽ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവളിതാ എന്താ പറയുക സിപ്പ് ലൈനും ചെയ്യാൻ പോവാണ് മുകളിലേക്ക്. അങ്ങനെ ഇതാ ഹാലയുണ്ട ഫസ്റ്റ് പോയത്. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ആ ഒരു പിടുത്തം കണ്ടാൽ തന്നെ അറിയാം. ആള് മറ്റേ ട്രംബുലിങ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വാതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ആ ഒരു സിപ്പ് ലൈൻ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് പെർ ഹെഡ് 40 ദിറംസാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ 40 ദിറംസാണ് ഒരാൾക്ക് വരുന്നത്. സലാലയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയ പ്ലേസസ് കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസത്തിന് പോയതാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ മാക്സിമം കവർ ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞാൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ദിവസം എവിടെയെല്ലാം പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ആക്കാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, ആ ഒരു വീഡിയോൻ്റെ ആ ലെങ്ത്ത് കാരണം എനിക്ക് ഒറ്റ വീഡിയോ ആക്കി ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാർട്ട് 2 ആക്കി ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പാർട്ട് 2 ആയി വീണ്ടും വരാം. അതുവരേക്കും ബൈ.